ഇന്ന് മെയ് 25-ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ബുള്ളുകൾ പൂർണ്ണാധിപത്യം പുലർത്തിയ ദിവസമായിരുന്നു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറയുന്നതും ഗ്ലോബൽ ഓയിൽ പ്രൈസ് ഏകദേശം 5% ഇടിഞ്ഞ് ബാരലിന് $100 താഴെ എത്തിയതും മാർക്കറ്റ് സെന്റിമെന്റ് ശക്തമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ കാരണമായി. പ്രത്യേകിച്ച് US ഇറാൻ ഡീൽ സംബന്ധിച്ച പ്രതീക്ഷകൾ ഇൻവെസ്റ്റേഴ്സിന് വലിയ ഒരു കോൺഫിഡൻസ് നൽകി. നിഫ്റ്റി 24,031-ലും നിഫ്റ്റി ബാങ്ക് 55,293-ലും BSE സെൻസെക്സ് 76,448-ലുമാണ് ക്ലോസ് ചെയ്തത്. ഓട്ടോ സ്റ്റോക്സ്, പ്രൈവറ്റ് ബാങ്ക്സ് കൂടാതെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഇവിടെയൊക്കെ ശക്തമായിട്ടുള്ള ഒരു ബൈയിങ് ആണ് റാലിക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഫ്യൂവൽ നൽകിയത്. സെൻസെക്സ് 1000 പോയിന്റിന് മുകളിൽ കുതിച്ചപ്പോൾ നിഫ്റ്റി വീണ്ടും 24,000 ആ ഒരു മാർക്ക് റീക്ലെയിം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്നത്തെ പ്രധാന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർ പെർഫോമർ ആയിരുന്നു ഏഷ്യൻ മോട്ടോഴ്സ്. സ്ട്രോങ് Q4 റിസൾട്ട് മാർക്കറ്റിനെ ഇംപ്രസ് ചെയ്തു. കൺസോളിഡേറ്റഡ് റവന്യൂ 16% ഉയർന്ന് 6,080 കോടി എന്ന നിലയിലെത്തിയിട്ടുണ്ട്. പ്രോഫിറ്റിലും ശക്തമായിട്ടുള്ള ഗ്രോത്ത് രേഖപ്പെടുത്തി. ഇതോടെ സ്റ്റോക്ക് ഏകദേശം 5% വരെ റാലി ചെയ്യുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ വോഡാഫോൺ ഐഡിയ, NSEയിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ആയിട്ടുള്ള സ്റ്റോക്സ് വീണ്ടും വോഡാഫോൺ ഐഡിയ തന്നെയായിരുന്നു. ഫണ്ട് റൈസിംഗ് പ്ലാൻസ്, ക്രെഡിറ്റ് റേറ്റിംഗ് അപ്ഗ്രേഡ് കൂടാതെ അഗ്രസീവ് 5G റോൾ ഔട്ട് എക്സ്പെക്ടേഷൻസ് ഇവയൊക്കെയാണ് ആ ഒരു സ്റ്റോക്കിന് പോസിറ്റീവ് മൊമെന്റം നൽകാൻ കാരണം. അതുപോലെ തന്നെ ജയപ്രകാശ് പവർ വെഞ്ചേഴ്സ്, അദാനി പവർ ജയപ്രകാശ് അസോസിയേറ്റിൽ നിന്ന് 24% സ്റ്റേക്ക് വാങ്ങാൻ എഗ്രിമെന്റ് ഒപ്പുവെച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെ ജയപ്രകാശ് പവർ വെഞ്ചേഴ്സിൽ ശക്തമായിട്ടുള്ള ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ കഴിഞ്ഞു. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മോട്ടോഴ്സ്, അദാനി എന്റർടൈൻമെന്റ്, ബജാജ് ഫിനാൻസ്. ടോപ്പ് ലൂസേഴ്സ് മാക്സ് ഹെൽത്ത്, ഹിൻഡാൽകോ, ONGC. മൊത്തത്തിൽ മാർക്കറ്റിൽ ഒരു ക്രൂഡ് ഓയിലിന്റെ വിലയിലെ ആ ഒരു കുറവ് ഒരു വലിയ കാറ്റലിസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈസിംഗ് ഗ്ലോബൽ ടെൻഷൻസ് കൂടാതെ സ്ട്രോങ് ബൈയിങ് ഇൻ ഫിനാൻഷ്യൽ, ഓട്ടോ സ്റ്റോക്സ് ഇവ മാർക്കറ്റിൽ ഒരു നല്ല സെന്റിമെന്റ്സ് ശക്തമാക്കി കൊണ്ടുവന്നു എന്ന് തന്നെ വേണം കരുതാൻ. തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് കടക്കുന്നതിന്റെ എല്ലാ സൂചനകളും ഇവിടെ കാണിച്ചു തുടങ്ങിയാണ്. നമുക്ക് അപ്പോൾ ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സുമായിട്ട് അടുത്ത ദിവസം മാർക്കറ്റിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. ബൈ.